ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. ഞാൻ മാർക്കറ്റിൽ ജസ്റ്റ് ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ ലൈനായിട്ടാണ് ഡ്രോ ചെയ്ത് വെച്ച് അവിടെ ഒരു റീടെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് എൻട്രി എടുക്കാമെന്ന് വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷേ ഇനി റീടെസ്റ്റ് എടുക്കാൻ മെയിലോട്ട് വരുമെന്ന് തോന്നുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ സ്റ്റോപ്പ് ലോസ് ഞാൻ നോക്കി. 78 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ആ ക്യാൻഡിലിൻ്റെ ഹൈയിലേ വരുള്ളൂ. സോ അതാണ് ഞാൻ നമ്മളുടെ ഈ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ഉടനെ ഞാൻ ട്രേഡിൽ എൻ്റർ ആയത്. ജസ്റ്റ് ഇപ്പോൾ ഒരു കോസ്റ്റിൽ റൺ ചെയ്യുന്നുണ്ട്, ഒരു 200-300 പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. ഓവറോൾ ഞാൻ ക്വാണ്ടിറ്റി കുറച്ചായിരുന്നു, കാരണം ഇത് റീടെസ്റ്റ് ചെയ്യാൻ വരുവാണെങ്കിൽ അവിടെ ക്വാണ്ടിറ്റി കൂട്ടാമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ 105 ക്വാണ്ടിറ്റി എടുത്തത്. കുഴപ്പമില്ല, 105 ആണെങ്കിൽ ഒരു 5000+ നമ്മളുടെ ഒരു ഡെയിലി ഗെയിം എന്നുള്ള രീതിയിൽ ഒരു 5000+ ഒരു പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. സോ വളരെ സിമ്പിൾ ലോജിക്കാണ്. എങ്ങനെ മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ്ലി റെഡ് ക്യാൻഡിലാണ്. 1 2 3 4 5 6 6th റെഡ് ക്യാൻഡിലാണ് ഇപ്പോൾ ഫോം ചെയ്യുന്നത്. അപ്പം കുഴപ്പമില്ല, നീ റീടെസ്റ്റിന് വന്ന് അവിടെ ലൈനെ ജസ്റ്റ് ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ ക്വാണ്ടിറ്റി ആഡ് ചെയ്യും. ലൈനെ ബ്രേക്ക് ചെയ്ത് മേലിലോട്ട് പോകാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ലൈനെ ജസ്റ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാൻ അവിടെ നിന്ന് സ്റ്റോപ്പ് ലോസ് വരെ വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് എക്സിറ്റും ചെയ്യും. അപ്പം അടുത്തൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ട്. സോ ഏതായാലും നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഭയങ്കര സ്ലോ മൊമെൻറ്റമാണ്. 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലൊക്കെ നോക്കിയാൽ വളരെ ചെറിയ കുഞ്ഞു ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ ഹാപ്പി ആയിട്ട് പോയെന്ന് വിചാരിക്കുന്നു. സോ ഓക്കെ, വീണ്ടും കോസ്റ്റിൻ്റെ നമ്മളെടുത്തിട്ട് അവിടെ നിന്നൊന്നും മാർക്കറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും അനങ്ങിയിട്ടില്ല. 375 432. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, റിസ്ക് എടുക്കണ്ട. നമ്മൾക്ക് എൻട്രി കിട്ടിയത് 760.63 അപ്പം നമുക്ക് 38 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് ഏതായാലും ആദ്യം പ്ലേസ് ചെയ്യാം. 723 724 ട്രിഗർ പ്രൈസും വച്ചേക്കാം. ഇനിയിപ്പോൾ തിരിയുവാണെങ്കിലും ഓക്കെ, ഇപ്പോഴും ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഞാൻ വച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് ഓക്കെ. കൊള്ളാം, സ്റ്റോപ്പ് ലോസ് വെച്ച ഉടനെ മാർക്കറ്റ് വീഴാൻ തുടങ്ങിയല്ലോ. 1700 1800 2000 ഒരു 3000 എബോവ് പ്രോഫിറ്റ് കാണിച്ച് കഴിയുമ്പോൾ ഒരു 3000+ ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ട്രിഗർ ചെയ്ത് കോസ്റ്റിൽ കൊണ്ട് വച്ചേക്കാം. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 500 പോയിൻറ്റ്സോ വല്ലതും സംതിങ് ഒരു കോസ്റ്റ് എന്ന രീതിയിൽ, ജസ്റ്റ് ടാക്സും നമ്മളുടെ ബ്രോക്കറേജും മീറ്റ് ചെയ്യുന്ന രീതിയിൽ കോസ്റ്റിൽ കൊണ്ട് വച്ചേക്കാം. സോ ഇപ്പോൾ ഒരു 2200 2100 3000+ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിൽ ചെയ്തേക്കാം. അല്ലെങ്കിൽ പിന്നെ സെയിം നമ്മൾ വച്ച പൊസിഷനിൽ തന്നെ ആയിരിക്കും നമ്മളുടെ. ഓക്കെ, നല്ലൊരു റെഡ് ക്യാൻഡിലുണ്ടായിട്ടും ഞാനോടത്ത് ഈ ഒരു ക്യാൻഡിലോടെ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമായിരിക്കണോ. വീണ്ടും അവിടെ നിന്ന് തിരിഞ്ഞ് ഇപ്പോൾ ഇവിടുന്ന് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുന്നതിൽ അർത്ഥമില്ല. വളരെ ചെറിയ ക്യാൻഡിലാണ്. അപ്പോൾ ഇത്രയും ഒരു ദിവസത്തെ ഹോളിഡേ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് മാർക്കറ്റ് ഭയങ്കര ലേസി ആയിട്ട് കുഞ്ഞു ക്യാൻഡിൽസാണ് ഉണ്ടാക്കുന്നത്. സോ വെയിറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. 51 456 400 ജസ്റ്റ് 400 താഴത്ത് കിട്ടിയാൽ 400 താഴത്തുണ്ടോ. 403 നമ്മളുടെ ടാർഗറ്റ് പോയിൻ്റ് ഏതായാലും വെച്ചിരിക്കുന്നത്. സോ അത് സീനുള്ള കാര്യമല്ല. ഓക്കെ ഫോൾ 3000 ട്രേഡേഴ്സ് 3000 പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് ട്രെയിൽ ചെയ്തേക്കാം. ഇനിയിപ്പം ഈ ട്രേഡിൽ നമുക്ക് നോ റിസ്ക്കാണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് 5 ആകുമ്പോഴത്തേക്കും ഒരു 5 പോയിൻറ്റ്സ് വല്ലതും നമുക്ക് കയറ്റി വെച്ചേക്കാം. അപ്പോൾ ഒരു 760 കിട്ടി. അപ്പോൾ 765 66 വെച്ച് നമ്മളുടെ ട്രിഗർ പ്രൈസ് 65 66 വെച്ചേക്കാം. സോ ഇനിയിപ്പോൾ ഈ കോസ്റ്റിൽ ഇനി ഈ ട്രേഡിൽ ഇനി നമുക്ക് ലോസ് ഇല്ല. നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് റിവേഴ്സ് ആവുകയാണെങ്കിൽ തന്നെ നമ്മൾ കോസ്റ്റിൽ ഇറങ്ങും.
പിന്നെ അടുത്ത ട്രേഡ് പിന്നെ നമ്മളുടെ ലൈനെ വന്ന് റീടെസ്റ്റ് ചെയ്യുമോ വല്ലതും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ട്രേഡ് എടുക്കും. വീണ്ടും അവിടെ നിന്ന് താഴത്തോട്ട് കുഴപ്പമില്ല. ഇനിയിപ്പം മേലോട്ട് വന്നാൽ കൂടി നമ്മൾ ടാർഗറ്റും കൂടെ റെഡി 786 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ടാർഗറ്റ് 60 ആകുമ്പോഴത്തേക്കും 810. ഓക്കെ, 810 ടാർഗറ്റ് വയ്ക്കാൻ പോയപ്പോൾ പിന്നെയും കുറഞ്ഞു. ഒരു 790 ഒക്കെ അല്ലെങ്കിൽ 795 പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റും കൂടെ പ്ലേസ് ചെയ്തേക്കാം. ആ ഒരു ക്യാൻഡിലിൽ തന്നെ അത്രയും റിജക്ഷൻ ഉണ്ടാകുന്നുണ്ട്, അത്യാവശ്യം ഡൗൺ സൈഡ് ഫോളും കിട്ടുന്നുണ്ട്, അവിടെ നിന്ന് തന്നെ റിജക്ഷനും പിടിക്കുന്നുണ്ട് മാർക്കറ്റ്. സോ R2 റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്താണ് മാർക്കറ്റ് മേളിലോട്ട് പോയത്. അവിടെ നിന്ന് തന്നെ തിരിച്ച് റിവേഴ്സൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരാനാണ് ശ്രമിക്കുന്നത്. സോ അങ്ങനെ ഒരുപാട് പേര് അവിടെ ഷോർട്ട് എൻട്രി എടുക്കാനും ചാൻസ് ഉണ്ട്. അവിടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടാക്റ്റ് ആണ്. 780. ഓക്കെ, 2000 വീണ്ടും കുറയുന്നുണ്ട് പ്രോഫിറ്റ്. 3000 ഒരു പ്രാവശ്യം കാണിച്ചുള്ളൂ. നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്യിക്കാൻ വേണ്ടി ഹിറ്റ് ചെയ്യിക്കാൻ വേണ്ടി വന്നിരുന്നതാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല ഏതായാലും. ഓക്കെ, വീണ്ടും അഗെയിൻ 3000. ഓക്കെ, 3000 കാണിക്കുന്നുണ്ടായിരുന്നു. 79 3000. യെസ് ട്രേഡേഴ്സ് നമുക്ക് 790 മേളിൽ. ഓക്കെ, 790 93. ഓക്കെ, അതാണ് നമ്മുടെ ടാർഗറ്റ് പ്ലേസ് ചെയ്തേക്കാം. 790 പ്ലസ് കാണിച്ചല്ലോ. ഇപ്പോൾ നമ്മളുടെ ടാർഗറ്റ് ഏതായാലും പ്ലേസ് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. 810 810 നമ്മൾ നമ്മുടെ ടാർഗറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിട്ടുവാണെങ്കിൽ ഒരു 5000 പ്ലസിൻ്റെ പ്രോഫിറ്റ്, പോവുകയാണെങ്കിൽ ഒരു 3000 പ്ലസിൻ്റെ ലോസ്. അതാണ് നമ്മളിന്ന് ബെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ 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 ഫോൾ 3000 2 പ്രാവശ്യം കാണിച്ചു. ഞാനോർത്തിന് നമ്മളെ ഫോള് കിട്ടിയിട്ടും താഴോട്ട് വന്നില്ലേ പ്രീമിയം. ഓക്കെ, 3500 3500 4000. യെസ് ട്രേഡേഴ്സ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓവറോൾ ഒരു 5000 പ്ലസിൻ്റെ 5184 ടാർഗറ്റ് നമ്മളിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ട്രേഡ് ആയിരുന്നു. നമ്മളുടെ ലൈൻ ഡ്രോ ചെയ്ത് വെച്ചു. 940 ക്യാൻ ലൈൻ്റെ അകത്ത് നമ്മൾ 0.6 ലെവലിൽ ലൈൻ ഡ്രോ ചെയ്ത് വെച്ചു. അവിടെ റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷേ അവിടം വരെ വന്നില്ല. മാർക്കറ്റ് അവിടെ നിന്ന് താഴോട്ട് വീഴാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഈ ക്യാൻഡിലിൻ്റെ ലോയെ ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മളുടെ ട്രേഡിൽ എൻ്ററായി. ജസ്റ്റ് വയ്ക്കുന്ന പോലെ തന്നെ, സാധാ വയ്ക്കുന്ന പോലെ തന്നെ 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും 38 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസാണ് വെച്ചത്. ബാക്ക് ടു ബാക്ക് റെഡ് ക്യാൻഡിലായതുകൊണ്ട് ഒരു പേടി ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഒരു 5000 പ്ലസിൻ്റെ പ്രോഫിറ്റ് ഇന്ന് നമ്മൾ ഓവറോൾ ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. താങ്ക് യു. ഇതായിരുന്നു ഇന്നത്തെ ട്രേഡും ലോജിക്കും. ബൈ.